കേട്ടുകേൾവി മാത്രമുള്ളൊരു കഥ, ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു മനുഷ്യൻ്റെ കഥ. വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറത്തെ ഒരു മുസ്ലിം പള്ളിയുടെ ഓടിന് മുകളിലേക്ക് അയൽവാസിയായ ഒരു ഹിന്ദുമത വിശ്വാസിയുടെ തെങ്ങിൽ നിന്നും നിരന്തരമായി തേങ്ങകൾ വീഴുന്നു. നാശനഷ്ടങ്ങൾ സംഭവിച്ചപ്പോൾ പള്ളി കമ്മിറ്റിക്കാർ അവിടുത്തെ അമ്മയെ പോയി കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. തെങ്ങ് മുറിച്ചു മാറ്റാൻ ആ അമ്മ തയ്യാറായിരുന്നെങ്കിലും അവരുടെ മകന് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. തർക്കം അവസാനം ചെന്നെത്തുന്നത് മലപ്പുറത്ത് ഏറ്റവും സുന്ദരമായ മണ്ണിലാണ്, പാണക്കാട്ടെ കുടപ്പനക്കൽ തറവാട്ടിൽ. പള്ളി കമ്മിറ്റിക്കാരെ വിളിച്ച് ഒരു തുക കൈമാറി പള്ളിയുടെ ഓടുമാറ്റി വാർപ്പാക്കണം എന്നതായിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രശ്നപരിഹാരം. വാർത്ത കേട്ട ഉടനെ ആ അമ്മ തൻ്റെ മകനെയും വിളിച്ച് കുടപ്പനക്കൽ തറവാട്ടിലേക്ക് ഓടിയെത്തി. തങ്ങളെ, പള്ളിയുടെ ഓട് മാറ്റണ്ട, ഞങ്ങൾ ഞങ്ങളുടെ തെങ്ങ് മുറിച്ച് മാറ്റിക്കോളാം. തങ്ങളുടെ മറുപടി അതിലേറെ മനോഹരമായിരുന്നു. തെങ്ങ് ഒരു കൽപ്പക വൃക്ഷമല്ല അമ്മേ, അതവിടെ വളരട്ടെ, പള്ളിയുടെ ഓട് മാറ്റിക്കോളാം. ഒരു സ്നേഹസാഗരം തീർത്ത മനുഷ്യൻ. വെറുപ്പിൻ്റെ രാഷ്ട്രീയം അരങ്ങ് വാഴുന്ന പുതിയ കാലത്ത് വിഘ്നേഷും ഷെരീഫ് ഉസ്താദും മറ്റൊരു നയനമനോഹരമായ കാഴ്ച കൂടിയാണ്. രാഹുൽ ഗാന്ധിയുടെ കൂടി വാക്കുകൾ കടമെടുത്ത് പറയുമ്പോൾ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുകയാണ് അവർ.